കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾക്ക് ഒടുവിൽ ശുഭകരമായ അന്ത്യം. കോൺഗ്രസ് ഏകപക്ഷീയമായി മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ പ്രഖ്യാപിച്ചതിനെതിരെ ലീഗ് ഉയർത്തിയ കടുത്ത പ്രതിഷേധത്തിന് മുന്നിൽ ഒടുവിൽ കോൺഗ്രസ് വഴങ്ങി. ധാരണയനുസരിച്ച് ലീഗ് കൗൺസിലർ ടി.കെ. അഷ്റഫ് 1 വർഷം ഡെപ്യൂട്ടി മേയറാകും. ഇതിനൊപ്പം ദീപ്തി മേരി വർഗീസിന് ജയസാധ്യതയുള്ള നിയമസഭാ സീറ്റും നൽകും. എറണാകുളം ജില്ലയിലാകെ UDF തരംഗം ഉറപ്പാക്കും. ദീപ്തിയോട് കാണിച്ച അനീതിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അമർഷത്തിലാണ്. KPCCയെ എതിർപ്പ് അറിയിച്ചു. ഇതിനൊപ്പം ലീഗിന്റെ വിഷയത്തിലും പരിഹാരം വേണമെന്ന് നിർദ്ദേശിച്ചു. ഇതോടെയാണ് UDFൽ സമവായം എത്തിയത്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മുന്നണി മര്യാദകൾ ലംഘിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. ടി.കെ. അഷ്റഫ് നേരിട്ട് പാണക്കാടെത്തി പരാതി അറിയിച്ചതോടെ പ്രശ്നം സംസ്ഥാന നേതൃത്വത്തിന്റെ കൈകളിലെത്തി. വിഷയം KC വേണുഗോപാലിന്റെ മുന്നിലെത്തി. തുടർന്ന് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമവായമുണ്ടായത്. ഡെപ്യൂട്ടി മേയറായുള്ള ദീപക് ജോയിയുടെ 2.5 വർഷത്തെ കാലാവധി 2 വർഷമായി കുറച്ചു. ഇതിനുശേഷം ടി.കെ. അഷ്റഫ് 1 വർഷം ഡെപ്യൂട്ടി മേയറാകും. ബാക്കിയുള്ള 2 വർഷം KVP കൃഷ്ണകുമാർ പദവി വഹിക്കും. ഇതാണ് ഡെപ്യൂട്ടി മേയർ ഫോർമുല. കഴിഞ്ഞ തവണ ലീഗുമായി തെറ്റിപ്പിരിഞ്ഞ് സ്വതന്ത്രനായി ജയിച്ച അഷ്റഫ് ഇടതുമുന്നണിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. LDF ഭരണത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം. ഇത്തവണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അഷ്റഫ് ലീഗിലേക്ക് മടങ്ങിയെത്തിയത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരിനിടയിൽ ഘടകകക്ഷിയെ കൂടി പിണക്കുന്നത് തിരിച്ചടിയാകുമെന്ന് കണ്ടുകൊണ്ടാണ് KC വേണുഗോപാൽ നയതന്ത്രത്തിന് ഇറങ്ങിയത്. അത് ഫലം കാണുകയും ചെയ്തു. മാത്യു കുഴൽനാടൻ അടക്കമുള്ളവരോട് പരസ്യ പ്രതികരണം നടത്തരുതെന്നും KC നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും ഭൂരിപക്ഷത്തിൽ നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കാനും KC ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുകൂടി ആ സീനിയോറിറ്റി നോക്കാതെയാണ് ദീപ്തിയെ തഴഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെട്ട പവർ ഗ്രൂപ്പാണ് ഇതിനു പിന്നിലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കൊച്ചി മേയർ ലത്തീൻ സമുദായാംഗമായിരിക്കണമെന്ന് നേരത്തെ സഭ കോൺഗ്രസിനോട് നിർദ്ദേശിച്ചിരുന്നുവെന്ന് വാർത്തകളെത്തിയിരുന്നു. VK മിനിമോളും ഷൈനി മാത്യുവും 2.5 വർഷം വീതം മേയർ പദവി പങ്കുവഹിക്കും. അതേസമയം വിജിലൻസ് കോടതിയിലുള്ള മിനിമോളുടെ അഴിമതി കേസ് UDFൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. പാലാരിവട്ടം പെരിങ്ങാട്ട് റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട 3 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപണമാണ് ചർച്ചയാകുന്നത്. ഈ അഴിമതി ആരോപണം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാധാരണ മേയർ പ്രഖ്യാപനത്തിന് മുൻകൂട്ടി വാർത്താ സമ്മേളനം വിളിക്കും. എന്നാൽ ഇവിടെ പത്രക്കാരെ വിളിച്ച് ബൈറ്റ് നൽകുകയായിരുന്നു DCC അധ്യക്ഷൻ ചെയ്തത്. ഇത്തരത്തിൽ ഔദ്യോഗിക സ്വഭാവത്തോടെ പത്രസമ്മേളനം വിളിക്കാതെ അതിവേഗം മാധ്യമങ്ങളെ മേയർ ആരെന്ന് അറിയിച്ചു. ഇതിന് പിന്നിലും ഗൂഢാലോചനയുണ്ടായിരുന്നു. മേയർ പ്രഖ്യാപനത്തിന് എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം മുൻകൂട്ടി വിളിച്ചാൽ ദീപ്തിയും കൂട്ടരും കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. ഇതൊഴിവാക്കാനായിരുന്നു ഇത്തരമൊരു നടപടിയെന്നാണ് സൂചന. മാനദണ്ഡം ഭൂരിപക്ഷമെങ്കിൽ അത് എല്ലായിടത്തും വേണമെന്ന് VD സതീശനെതിരെ ആഞ്ഞടിച്ച് മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു. മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാതിരുന്നതിലാണ് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചത്. പാർട്ടിയിലിരിക്കുമ്പോൾ തനിക്കുണ്ടായ അനുഭവമാണ് ദീപ്തിക്കുണ്ടായതെന്ന് സിമി റോസ് ബെൽജോണും പ്രതികരിച്ചു. കൊച്ചിയിലെ സംഭവങ്ങളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗൗരവത്തിൽ കാണുന്നുണ്ട്.